വെൽക്കം ടു ഡബിൾ എസ്. നമ്മൾ ഇന്ന് സാറ്റർഡേ വ്ളോഗാണ്. എപ്പോഴും സാറ്റർഡേ വ്ളോഗാണല്ലേ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇന്നിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് സാറ്റർഡേ വ്ളോഗാണ്. അപ്പോൾ ഞാൻ നേരം പരപരാ വിളക്കുന്നേ ഉള്ളൂ. അല്ല, ഇപ്പോൾ 6 മണിയായിട്ടോ. ഒരു 5:30 ആയപ്പോഴാണ് ഞാൻ എണീറ്റത്. അപ്പോൾ എൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഞങ്ങളപ്പോൾ ഇന്ന് ഫ്ലാറ്റിൽ തന്നെയാണ്, ഞങ്ങൾ പോയിട്ടില്ല. അമ്മ ഇന്ന് പോകുന്നുണ്ട്. അമ്മ ഇന്ന് പോകും, സാറ്റർഡേ ആണ് പോണത്. അമ്മ ഇന്ന് പോകുന്നുണ്ട്, ഞങ്ങൾ പോകണില്ല, അവിടെ നിൽക്കാൻ. കുറച്ച് പരിപാടികളെന്നല്ല, ജൂണിൽ സ്കൂൾ തുറന്നിട്ട് ഇപ്പം ഇത് ഫസ്റ്റ് വീക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ഓൾട്ടർനേറ്റീവ് വീക്കിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്, സ്കൂളുള്ള കാരണം കൊണ്ട്. കാരണം സൺഡേ നൈറ്റ് തന്നെ നമ്മൾ തിരിച്ചു വരേണ്ടി വരും. ഭയങ്കര അപ്പോൾ ഓട്ടപ്പാച്ചിലാവും. പോവാ വരിക എന്നുള്ള ഒരു പോകാനും വരാനും മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ഓൾട്ടർനേറ്റീവ് വീക്സിൽ പോകാനാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ആഴ്ച ഞങ്ങൾ പോകണില്ല. അമ്മ പോയിട്ട് മൺഡേ വരും. മൺഡേ അമ്മയ്ക്ക് പതുക്കെ വന്നാൽ മതിയല്ലോ, സ്കൂളൊക്കെ ക്ലാസ്സിലൊക്കെ പോയി അവൻ എത്തുമ്പോഴേക്കും വന്നാൽ മതി. അപ്പം അങ്ങനെയാണ് പ്ലാൻ. ഇന്നിപ്പോൾ സാറ്റർഡേ അല്ലേ, അതുകൊണ്ട് അമ്മ നാട്ടിലേക്ക് പോകാൻ കേട്ടോ. നോർമലി ഫ്രൈഡേ തന്നെ പോകാറുണ്ട്. പിന്നെ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഇടി മഴയൊക്കെ ഉണ്ടായി ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മ ഇപ്പം സാറ്റർഡേ മോർണിംഗ് ആണ് കേട്ടോ പോകുന്നത്. അപ്പം അമ്മ ബസ്സിൽ പോവുകയാണ്. മോർണിംഗ് ആയതുകൊണ്ട് വലിയ ബിസി, റോഡിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. അത് കാരണം കൊണ്ട് ബസ്സിന് പോയാലും വേഗം എത്തിക്കോളും എന്നുള്ളതിൽ അതേ ബസ്സിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഒരു ബസ് കിട്ടി കാക്കനാട്ടിലേക്ക്. അപ്പോൾ അമ്മ അതിൽ കയറിപ്പോയി. അവിടെ നിന്ന് ആലുവ പോവും, ആലുവ നിന്ന് ചാലക്കുടി പോവും. അങ്ങനെയാണ് നമ്മൾ പോകല് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അമ്മയെ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വന്നിട്ട് അടുക്കളയിലേക്കുള്ള കാര്യങ്ങൾ നോക്കണം കേട്ടോ. കഷ്ണരിയിൽ കൂട്ടാൻ വയ്ക്കാനുള്ള പരിപാടികളും പുറപ്പാടുകളൊക്കെയാണ്. നോർമൽ കൂട്ടാനും ഉപ്പേരിയും സാധനങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള പുറപ്പാടിലാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ സുരേട്ടൻ ക്രിക്കറ്റ് ഉണ്ട്, കളിക്കാൻ വേണ്ടി പോവാണ്. ഉച്ച 11 മണിയാവും വരുമ്പോൾ. പിന്നെ ഇനി അപ്പം ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് പിന്നെ ലഞ്ചും ഒക്കെ ലഞ്ചിനുള്ള ടൈമില്ലല്ലോ, ഗ്യാപ്പില്ലല്ലോ. അതായത് വരുമ്പോൾ ലഞ്ച് കഴിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാൽ അവർ സൈഡിൽ നിന്ന് ലൈറ്റായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കും കേട്ടോ. അല്ലാണ്ട് ഒന്നും കഴിക്കാണ്ട് ഇത്ര നേരം ഇരിക്കുകയല്ല. അപ്പം എന്തായാലും ഞാൻ ഓർത്തു, എന്നാൽ പിന്നെ ഞാൻ ഓട്സ് ഉണ്ടാക്കിയാൽ മതി. പിന്നെ എനിക്കില്ലെങ്കിൽ ചട്നി ഉണ്ടാക്കാൻ, ദോശമാവുണ്ട്. അപ്പോൾ ചട്നി ഉണ്ടാക്കാനും അതിനൊക്കെ ബുദ്ധിമുട്ട് എനിക്ക് തന്നെ. അത് എന്നോട് ഞാൻ വിചാരിച്ചു ഓട്സ് ഉണ്ടാക്കാണ്. അപ്പം ഞാനിപ്പം ഓട്സ് വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ചൂന എണീറ്റിട്ടല്ലേ, അവന് ദോശയാണെന്ന് വെച്ചാൽ അവന് ചട്നിയൊന്നും ആവശ്യമൊന്നുമില്ല, കുഴപ്പമില്ല. സൂര്യചേട്ടൻ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എടപ്പള്ളി വരെ പോകണം. അവരവിടെ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് എല്ലാ സാറ്റർഡേയ്സും ക്രിക്കറ്റ് കളിക്കാൻ പോകാറുണ്ട് കേട്ടോ. അപ്പം ഞാനിത് എൻ്റെ ഓട്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓട്സ് ഇവിടെ റെഡിയാണ്. ഞാനപ്പോൾ ഇത് കഴിക്കാൻ പോവാണ്. ജൂനിയർ എനിക്ക് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് എനിക്കാണെങ്കിൽ നല്ല വിഷയമുണ്ടായിരുന്നു. ഞാൻ പിന്നെ ചായയൊക്കെ കുറിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ ജൂനിയർ എനിക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സെറ്റാക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞങ്ങൾ എണീറ്റ് കുറച്ചു നേരം ഉറക്ക ക്ഷീണമൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞു. വൈറ്റ് കളറിൽ കണ്ടില്ലേ, അതാണ് ഫോർഡിന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ജുഗുനത ഇപ്പൊ കാറൊക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങി. അവൻ എൻ്റെ മുടിയൊക്കെ അഴിച്ച് കെട്ടിപ്പിച്ചു. അവൻ അത് ഇഷ്ടമായില്ല, അങ്ങനെ കെട്ടണ്ടാ പറഞ്ഞു. എന്നിട്ട് മാന്തണ ഫോഡോ? ഓ, അത് മാന്തണ ഫോഡാന്നാണ് അവൻ പറയണേ. അപ്പം അതെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എണീറ്റു. ഇനി ഞങ്ങൾ പതുക്കെ ഉഷാറായി ദോശയൊക്കെ കഴിക്കും അല്ലേ? പിന്നെ ചുഗുനുവിനെ രാവിലെ തന്നെ സൈക്കിൾ ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ആ സ്പേസിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സൈക്കിൾ ഓടിക്കലും പിന്നെ വേറെ കുറേ കളികളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ അകത്തേക്ക് കയറണത് കേട്ടോ.
പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ പൊട്ടിക്കണമൊന്നുമില്ല, അതങ്ങനെ തന്നെ തിരിച്ച് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേനും ഉച്ചയായി. ആക്ച്വലി ഉച്ചയ്ക്ക് സൂര്യചേട്ടൻ തിരിച്ചെത്തി. സൂര്യചേട്ടൻ്റെ കൂടെ രാവിലെ കളിക്കാത്തതിൻ്റെ ഭയങ്കര വിഷമത്തിലാണ് ജുഗുനു. അത് കഴിഞ്ഞ് ജുഗുനു സൂര്യൻ്റെ കൂടെ കുറേ കളിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ലഞ്ച് ടൈമായി. ഞങ്ങൾ സൂര്യനൊക്കെ ആദ്യം കഴിച്ചു കേട്ടോ. ഞങ്ങളെല്ലാവരും ലഞ്ച് കഴിക്കുകയാണ്. വലിയ ആർഭാട ലഞ്ചൊന്നുമല്ല, ജസ്റ്റ് 2 പപ്പടം കാച്ചിന്ന് മാത്രം, പിന്നെ ഒരു കൂട്ടാനും ഉപ്പേരി. ആക്ച്വലി ഈ വ്ളോഗ് എടുത്തിട്ട് കുറേ നാളായതുകൊണ്ട് എന്തായിരുന്നു കൂട്ടാനും ഉപ്പേരി എന്നുള്ളത് ഞാൻ മറന്നു. ഞങ്ങളൊരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതെങ്ങടാ പോണേന്നുള്ളത് ജുഗുനു ഇതാ അപ്പം പറയും. ഓക്കെ, ഇപ്പം കറക്റ്റാ പറഞ്ഞു. ഹലോ, വെൽക്കം ടു ഡബിൾ എച്ച്. ഇന്ന് എങ്ങോട്ടാ പോകുന്നത് വെച്ചാൽ ഞങ്ങൾ ഡിക്കാത്ലോണിന് പോവാന്. സ്കേറ്റിംഗ് ബോർഡ്, കുക്കർ, സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഞങ്ങൾ പോയിട്ട് തിരിച്ച് വരും. അച്ഛിപ്പോൾ പാലക്കാട്ടേക്ക് പോയിക്കാണ്. തിരിച്ച് വന്നിട്ട് പണികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മൺഡേ ചുഗുണു സ്കൂളിൽ പോവും. പിന്നെ അടിപൊളി കഴിഞ്ഞു. ബൈ, ടാറ്റാ. അങ്ങനെ ഞങ്ങൾ ഡിക്കാത്ലോണിൽ പോവാണ്. ഞങ്ങൾക്ക് ജുഗുനുവിന് സ്വിം സ്യൂട്ട് വാങ്ങിക്കാനുണ്ട്, പിന്നെ സ്കേറ്റിംഗ് ബോർഡ് വാങ്ങിക്കാനുണ്ട്, പിന്നെ ഞങ്ങൾക്ക് വേറെ കടയിൽ നിന്ന് കുക്കർ മേടിക്കണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് സ്കേറ്റിംഗ് ഷൂസാ. അയ്യോ, അവിടെ ചെന്നിട്ട് നോക്കാം. അല്ല വേണ്ട, മറ്റേ സ്വിം സ്യൂട്ട് മാത്രം മതി. ഞാൻ ഈ വ്ലോഗ് എടുത്തതിൻ്റെ നെക്സ്റ്റ് വീക്ക് ജുഗുനുവിന് സ്വിമ്മിങ് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു കേട്ടോ. ആക്ച്വലി ഇപ്പോൾ 2-3 ആഴ്ചയായി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടു ചെല്ലണമായിരുന്നു, പർച്ചേസ് ചെയ്യണമായിരുന്നു. അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഡിക്കാത്ലോണിൽ പോയത്. അപ്പം ഞങ്ങൾ സ്വിം സ്യൂട്ടും മറ്റ് ചില വസ്തുക്കളൊക്കെ വാങ്ങിച്ചു. ജുഗുനുവിനെ നമ്മൾ പറയണതൊന്നും ഇഷ്ടപ്പെടില്ല, അപ്പോൾ അവന് പറയണത് ഇഷ്ടപ്പെടുന്നതൊക്കെ നമ്മളങ്ങനെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ആക്ച്വലി സ്കേറ്റിംഗ് ബോർഡ് ഓൾസോ നോക്കി, പക്ഷെ ഭയങ്കര വില കാരണം കൊണ്ട് വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പിട്ടാപ്പിള്ളിയിലാണ് പോയത്. കുക്കർ വാങ്ങിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂളിലും കൂടെ പോകണമായതുകൊണ്ട് അറ്റ് എ ടൈമിൽ നമുക്ക് 2 സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കുക്കറും കൂടെ വാങ്ങിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. പിട്ടാപ്പിള്ളിയിൽ നിന്നാണ് വാങ്ങിച്ചത്. എന്തിൻ്റെ കുക്കറാണ്? പ്രസ്റ്റീജിൻ്റെ കുക്കറാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. എവിടെ പോയാലും ജുഗുനുവിന് ഒരു ടോയ് വാങ്ങിക്കണം, അതവൻ എന്തെങ്കിലും കാരണം പറഞ്ഞ് വാങ്ങിപ്പിക്കും. അപ്പോൾ അതായത് ഞങ്ങൾ ഇടച്ചിറയിൽ വന്നിട്ട് ജുഗുനുവിന് ടോയ് വാങ്ങിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ് കേട്ടോ. എന്നിട്ട് അവന് ഇഷ്ടപ്പെട്ട ഒരു ടോയൊക്കെ വാങ്ങിച്ച് തിരിച്ച് ഞങ്ങളതേ ഫ്ലാറ്റിലെത്തി. ഇതാണ് ജുഗുനുവിന് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ. അവന് സ്വിം സ്യൂട്ട് സംഭവങ്ങളൊന്നും വലിയ ആവശ്യമൊന്നുമില്ല. അതെ, അവന് വാങ്ങിച്ച കാറാണ് അവൻ്റെ മെയിൻ സംഭവം. പിന്നെ നമ്മൾ ഇന്ന് രാത്രി മസാല ദോശയാണ് കേട്ടോ. അപ്പോൾ അതിന് മസാല അവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ദോശ ഉണ്ടാക്കിയിട്ട് മസാല ദോശയാക്കി എടുക്കണം, അത്രയേ ഉള്ളൂ. ഞാൻ മറ്റേ ക്ലോത്ത്സിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടൊരു സാധനം കണ്ടോ, മറ്റേ ഒന്നുമില്ലാത്തൊരു ക്ലോത്ത്സ് ആയിരുന്നു. അതായത് ഇങ്ങനത്തെ ഒട്ടിക്കുന്ന സാധനങ്ങളൊന്നും ഇല്ലാത്ത ക്ലോത്ത്സ് ആയിരുന്നു. എൻ്റെ HRXൻ്റെ ക്ലോത്ത്സ് ആണ്. അപ്പം അതിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സാധനം ഇങ്ങനെ വാങ്ങിച്ചു. നമുക്കത് ഒട്ടിക്കാം. ഇത് വളരെ എളുപ്പമായിട്ട് നമുക്ക് ക്ലോക്സിൽ വെക്കാൻ പറ്റും കേട്ടോ. കാരണം അതിൻ്റെ ബാക്കിൽ ഒരു ബ്ലാക്ക് സാധനം ഉണ്ടായിരിക്കും. അത് ആ ക്ലോക്സിൻ്റെ ആ ഓട്ടേനകത്ത് കയറ്റി വെച്ചാൽ മതി. നല്ല ഉറപ്പായിട്ട് അങ്ങനെ ഇരിക്കും. ഇനിയിപ്പോൾ ചെറുതൊന്ന് ബ്രഷ് ചെയ്യിപ്പിക്കുക, കിടത്തി ഉറക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ. നാളേക്കുള്ള ചോറൊക്കെ തിളപ്പിച്ച് വെച്ചു, സംഭവങ്ങളൊക്കെ ചെയ്തു. പിന്നെ നാളെ ഒരു കൂട്ടാൻ ഉണ്ടാക്കണം, ഏതെങ്കിലും ഒരു കൂട്ടാൻ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിനുള്ള ഒരു റെസിപ്പി ഒന്ന് തപ്പണം, അത്രയേ ഉള്ളൂ. വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേണ്ട വരാം. അതുവരെ